കാസർഗോഡ് ജില്ലയിലെ വോട്ട് ഏകോപിപ്പിച്ചില്ലെന്ന വിമർശനത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യമെന്ന് പറയുകയാണ് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി. ഒരു വനിതാ ജില്ലാ പ്രസിഡന്റിനെ താഴെയിറക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണിതെന്നും അശ്വിനി 24നോട് പറഞ്ഞു. SIR നടപടികളുമായി ബന്ധപ്പെട്ട് ഓരോ പഞ്ചായത്തിലും ഓരോ ആളിനും ചുമതല നൽകിയിരുന്നുവെന്നും കാസർഗോഡിന്റെ സ്ഥാനാർത്ഥി കൂടിയായ എം.എൽ. അശ്വിനി പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ മണ്ഡലത്തിന് അവലോകന മീറ്റിംഗ് നടന്നിട്ടില്ല. നമ്മള് മിനിയാന്ന് ശ്രീ കൃഷ്ണകുമാർജി വരുമ്പോ 5 കോൺസ്റ്റിറ്റ്യൻസിന്റെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സുരേന്ദ്രേട്ടന് സ്ഥലത്തില്ലാന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ആ മീറ്റിംഗ് മാറ്റിവെച്ചു. മഞ്ചേശ്വരം മണ്ഡലം നടന്നിട്ടില്ല. ഈ നടക്കാത്ത അവലോകന മീറ്റിംഗിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച വന്നു എന്ന് പറയുന്നത് ഫേക്ക് അല്ലേ? SIRന്റെ വർക്ക് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പാടന്നെ കാസർഗോഡും പിന്നെ മഞ്ചേശ്വരത്തിന്റെ ലീഡേഴ്സിനെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ട് ഓരോരാൾക്കും ഓരോ പഞ്ചായത്ത് ചുമതല കൊടുത്തുകൊണ്ട് വേണ്ട സഹായങ്ങളെല്ലാം നിർദ്ദേശങ്ങളും കൊടുത്തതാണ്. ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയ ശേഷം ഇത് ടാർഗറ്റ് തന്നെയാണ് എല്ലാ വിഷയത്തിലും ജില്ലാ പ്രസിഡന്റിനെതിരായിട്ട് നടത്തുന്നത്. ബിക്കോസ് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു 5 വർഷത്തെ കൊണ്ട് ഒരു ലേഡി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായി, ജില്ലാ പ്രസിഡന്റായി, MP കാൻഡിഡേറ്റായി, MLA കാൻഡിഡേറ്റായി. ഇത് സഹിക്കാൻ പറ്റാത്തവരാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയല്ലോ ഇവർക്ക് ന്യൂസ് കൊടുത്തിട്ട് എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് താഴെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായൺ ചേരുന്നു. പ്രദീപ്, അവിടെ ഗുഡ് മോർണിംഗ്. അവിടെ മഞ്ചേശ്വരത്ത് SIRലെ വോട്ട് കട്ട് ചെയ്യൽ അത് തിരിച്ചടിയാവാൻ പോകുന്നത് സുരേന്ദ്രനാണെന്ന് BJPക്കകത്ത് തന്നെ വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തൽ അത് കലാപം തന്നെയായി മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ എം.എൽ. അശ്വിനി തനിക്കെതിരെ പ്രവർത്തിക്കുന്നത് ആര് എന്നാണ് പറയാതെ പറയുന്നത്. പ്രദീപ്, ഹാഷ്മി, അസിത, ഗുഡ് മോർണിംഗ്. തീർച്ചയായും മഞ്ചേശ്വരത്തെ BJPക്കകത്ത് ഉരുണ്ടുകൂടിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം മണ്ഡലം അവലോകന യോഗം ചേർന്ന് അതിൽ എം.എൽ. അശ്വിനിക്കെതിരായ രൂക്ഷ വിമർശനം ഉയർന്നു എന്ന തരത്തിലൊരു വാർത്ത വന്നിരുന്നു. എന്നാൽ അത് പാടെ തള്ളിക്കൊണ്ടാണ് അശ്വിനി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അശ്വിനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ കൃത്യമായും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചിലർ മുന്നോട്ട് പോകുന്നു എന്നാണ്. അത് നേരത്തെ തന്നെ അശ്വിനി BJP ജില്ലാ പ്രസിഡന്റ് ആയപ്പോൾ അതിൻ്റെ സഹഭാരവാഹിത്വത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അശ്വിനി ഒരു വിഭാഗത്തെ മാത്രം ചേർത്ത് പിടിക്കുകയാണ്, എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്ന വിമർശനം നേരത്തെ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. കാരണം നമുക്കറിയാം, നേരത്തെ തന്നെ കാസർഗോഡ് BJP ജില്ലാ കമ്മിറ്റിക്കകത്ത് 2 വിഭാഗം എന്ന നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി മഞ്ചേശ്വരത്തെ ഇൻചാർജ് സ്ഥാനം തന്നെ ഒഴിവാക്കണമെന്ന് അശ്വിനി പറഞ്ഞ തരത്തിലുള്ള വാർത്ത വന്നിരുന്നു. അതും അവർ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അതിൻ്റെ വോട്ട് കണക്കുകൾ ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തിയതെന്നാണ് ഇന്നലെ വന്ന വാർത്ത. പക്ഷേ അവിടെ കുറേയധികം വോട്ട് ഒഴിവായി പോയിരുന്നു. അത് കെ സുരേന്ദ്രന് തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തൽ BJPക്കുണ്ട്. അതിന്റെ പേരിലാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോഴിക്കോട് വടകരയിലും കണ്ടു BJPക്കകത്ത് പൊട്ടിത്തെറി. പ്രഫുൽ കൃഷ്ണന്റെ കോലം കത്തിക്കുന്നത് കണ്ടു. ഇവിടെയും സമാനമായ നിലയിൽ മുൻപ് തന്നെ വളരെയധികം പ്രശ്നങ്ങൾ എം.എൽ. അശ്വിനിയുമായി ബന്ധപ്പെട്ട് തന്നെ നേതൃത്വത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ തുടർച്ചയാണെന്ന് വേണം കരുതാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.